പൂനെയിൽ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് നാസിക്കിലേക്കാണ്. നാസിക്കിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൊങ്കൺ കാട് ട്രെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൊങ്കൺ കാടിലേക്കുള്ള വഴി മൊത്തം ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു. പോകുന്ന വഴി എവിടെ നോക്കിയാലും കൃഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സവോള, കരിമ്പ്, പരുത്തി, ക്യാബേജ് ഇതിന്റെയൊക്കെ തോട്ടങ്ങളാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത്. ഇതില് കൂടുതലും കണ്ടത് സവോള തോട്ടങ്ങളാണ്. ഈ മുന്നിൽ കാണുന്ന ഷെഡ് വിളവെടുപ്പ് കഴിഞ്ഞ സവോളകൾ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ളതാണ്. വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സവോളകളാണ് ആ ചാക്കിൽ മൊത്തം. കൃഷിമേഖല കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു വരണ്ട പ്രദേശത്തേക്കാണ്. പമ്പ് മാത്രമല്ല, പോകുന്ന വഴിയിൽ യാതൊരു വിധത്തിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഞങ്ങൾ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെറിയ ചെറിയ നഗരങ്ങൾ പിന്നിട്ടാണ് മുന്നോട്ട് പോയത്. ഈ കാണുന്നതാണ് കൊങ്കൺ കാടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ചെക്ക് പോസ്റ്റ്. ഇതാണ് കൽസുബായി ഹരിശ്ചന്ദ്രഗഡ് ചെക്ക് പോസ്റ്റ്. 160 രൂപയാണ് എൻട്രി ഫീസ്. ഇവിടെ ഓൺലൈൻ പേയ്മെന്റ്സ് ഇല്ല, ക്യാഷ് പേയ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ക്യാഷ് കയ്യിൽ കരുതിയിട്ട് വേണം വരാൻ. റോഡുകൾ അത്ര നല്ല റോഡുകളൊന്നും അല്ല. ഒരു ചെറിയ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഇവിടുന്ന് അനുഭവിക്കാം. കട്ട ഓഫ് റോഡിലേക്ക് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. ഇവിടെ നെറ്റ്വർക്കേ ഇല്ല. കുറച്ച് റോഡുകൾ നന്നായിട്ട് ടാറിട്ടുണ്ടെങ്കിൽ കുറച്ച് റോഡുകൾ വളരെ മോശമാണ്. ബാക്കി റോഡുകളുടെ പണി നടക്കുന്നുണ്ട്. കൊങ്കൺ കാടിന്റെ ട്രെക്കിനായിട്ട് 3 ബേസ് വില്ലേജിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ബേസ് വില്ലേജ് എന്ന് പറയുന്നതാണ് പച്ചനായി വില്ലേജ്. അവിടേക്കാണ് ഞങ്ങൾ പോണത്. നേരം ഓൾറെഡി വൈകുന്നേരം ആയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ എത്തിയപ്പോഴേക്കും നേരം ഇച്ചിരി ലേറ്റായി. എന്തായാലും ഇന്ന് ഇവിടെ തന്നെ കൂടേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നേരെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഡിന്നർ റെഡിയാക്കുവാൻ തുടങ്ങി. ഡിന്നർ റെഡി. ഫ്രൈഡ് റൈസും ചമ്മന്തിയുമാണ് ഇന്നത്തെ മെനു. ഈ കാണുന്ന വീടിന്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ വൈകുന്നേരം വണ്ടി പാർക്ക് ചെയ്തത്. ഇന്ന് വണ്ടിയിലാണ് ഞങ്ങളുടെ സ്റ്റേ. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 100 രൂപയായിരുന്നു പാർക്കിംഗ് ചാർജ് അവർ പറഞ്ഞത്. നേരം വെളുത്തിരിക്കുന്നു. ഇനി ഞങ്ങൾ ട്രക്കിങ്ങിനായിട്ട് പോവുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. സിഗ്നൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് രാത്രി മൊബൈലൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ പൊതുജല സംഭരണി. ഗ്രാമത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം മൊത്തം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ജനുവരി മാസമായതിനാൽ ഈ ചാലുകളിലൊന്നും തന്നെ വെള്ളമില്ല. ഈ കാണുന്നതാണ് ഹരിശ്ചന്ദ്രഗാഡിലേക്കും കൊങ്കൺ കാടിലേക്കുമുള്ള മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് ഞങ്ങളുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 5 തൊട്ട് 6 മണിക്കൂർ വരെ എടുക്കും ഈ ട്രക്കിംഗ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. കുറച്ച് കയറ്റം കയറി കഴിഞ്ഞപ്പോൾ അവിടെ വിശ്രമിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ബെഞ്ചുകളൊക്കെ കണ്ടു. എല്ലാം കുത്തനെയുള്ള കയറ്റങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ പച്ചനായി ഗ്രാമം വ്യക്തമായിട്ട് കാണാൻ കഴിയും.
ഗവൺമെന്റിന്റേതായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളോ അതുപോലെ തന്നെ സൈൻ ബോർഡുകളോ ഈ ട്രക്കിലില്ല. നാട്ടുകാർ തന്നെ വരച്ചിട്ടിട്ടുള്ള കുറച്ച് ആരോകളാണ് ഈ വഴിയിലുള്ള ആകെയുള്ള അടയാളം. വളരെ കുത്തനെയുള്ള കയറ്റമായിരുന്നു, അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് കയറുന്നത്. മുകളിൽ നിന്ന് പച്ചനായ വില്ലേജ് ഒരു പൊട്ട് പോലെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് വളരെ കുത്തനെയുള്ളൊരു കയറ്റമാണ്, അതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ ഹാൻഡ് റെയിലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പാറകളായതുകൊണ്ടും കയറാൻ വഴിയില്ലാത്തതുകൊണ്ടും ഇരുമ്പിന്റെ സ്റ്റെപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പുകളാണ് പിടിപ്പിച്ചിട്ടുള്ളത്, ഒരെണ്ണം മുകളിലോട്ട് കയറാനും ഒരെണ്ണം താഴത്തേക്ക് ഇറങ്ങാനും. ഒരുപാട് കുത്തനെയുള്ള കയറ്റങ്ങൾക്ക് ശേഷം ഇനിയിപ്പോൾ കുറച്ച് സമതലമാണ്. വഴിയുടെ അറ്റത്തൊക്കെ കൈവരികൾ പിടിപ്പിച്ചിരിക്കുന്നു. മഴക്കാലത്ത് ഈ ട്രക്കിംഗ് വളരെ ഡേഞ്ചറസ് ആണ്, കാരണം കല്ലുകൾ ഇളകി താഴത്തേക്ക് വീഴാൻ വളരെ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും മഴക്കാലത്ത് ഈ ട്രക്കിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ വൈബാണ്. കാരണം ആ സമയത്ത് ഇവിടെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ തണുത്ത കാറ്റ്, അതുപോലെ ചെറിയ മഴ, അതുപോലെ തന്നെ പച്ച വിരിപ്പണിഞ്ഞിട്ടുള്ള താഴ്വാരങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നും. ഈ കാണുന്നത് വലിയൊരു പാറക്കല്ലാണ്. ഈ പാറക്കല്ലിന്റെ അടിയിലൂടെയാണ് വഴി വെട്ടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. പാറക്കല്ലിലൊക്കെ ചെറിയ ചെറിയ പൊത്തുകൾ പോലെയൊക്കെ ഉണ്ട്, അതിലൊക്കെ പല പല ജീവികളെയൊക്കെ കാണാമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂങ്ങനെയൊക്കെ കാണാൻ പറ്റും, പക്ഷെ അറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന്. അതിനകത്തൊരു മൂങ്ങയാണ് ഇരിക്കണേ. ആരൊക്കെയോ പാറക്കല്ലുകളിൽ കുറെ പടങ്ങൾ വരച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ആ പടങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ കാണുന്ന കല്ല് ഇവിടെ വെട്ടിവെച്ചിട്ടുണ്ടായതാണ്, ഇത് ഞങ്ങൾ അങ്ങ് എടുത്തു. ഷെഡ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, കാരണം ഇതിനകത്ത് ഭക്ഷണം പാകം ചെയ്യാനും കിടക്കാനുമുള്ള നല്ലൊരു സ്പേസ് തന്നെയുണ്ട്. ഈ ഭാഗത്ത് വലിയ കയറ്റങ്ങളില്ല, മലയുടെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. പാറയുടെ മുകളിൽ നിന്നും മഴക്കാലത്ത് വെള്ളം വീണ് വീണ് തേഞ്ഞ പാടുകൾ കാണാൻ കഴിയും. ഇവിടെ എക്കോ പോയിന്റ് എന്നുള്ള ബോർഡുകളൊന്നും കാണാനുണ്ടായിരുന്നില്ല, പക്ഷെ പരീക്ഷണാർത്ഥം ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. അതിന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എക്കോ കേൾക്കാൻ പറ്റിയെന്ന്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ നന്നായിട്ട് എക്കോ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇനി അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഞങ്ങൾ പതിയെ ആ കയറ്റം കയറാൻ തുടങ്ങി. കയറ്റം കയറി മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് കുറെ വെള്ളക്കെട്ടുകളാണ്. നമുക്കറിയാം ഇത് മഴക്കാലത്ത് നല്ലൊരു വെള്ളച്ചാട്ടമാണെന്ന്, പക്ഷെ ഇപ്പൊ മഴയില്ലാത്തോണ്ട് ഇവിടെ ഇത്ര വെള്ളമേ ഉള്ളൂ. തവള ലാർവകളെ ഓർമ്മിപ്പിക്കുന്ന പോലുള്ള കുറച്ച് കീടങ്ങൾ അതിന്റെ മുകളിൽ കൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ പാലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മഴക്കാലത്ത് ഇവിടെ എന്തോരം വെള്ളം ഉണ്ടാകുമെന്ന്. മഴയുള്ള സമയങ്ങളിൽ ഈ വെള്ളത്തെ മുറിച്ചു കിടക്കാൻ വേണ്ടിയാണ് ഇത്രയും ഹൈറ്റിൽ ഇവിടെ ഈ പാലം പണിതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിൽ എത്തിയിരിക്കുന്നു.
ആ മുന്നിൽ കാണുന്നതാണ് ഹരിശ്ചന്ദ്രേശ്വർ ക്ഷേത്രം. പുരാണ കഥകളനുസരിച്ച് ഈ ക്ഷേത്രം ബന്ധിക്കപ്പെടുന്നത് മഹാനായ രാജാവ് ഹരിശ്ചന്ദ്രനോടാണ്. സത്യം വിട്ടുമാറില്ല എന്ന പ്രതിജ്ഞയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ സത്യനിഷ്ഠ പരീക്ഷിക്കാനായി മഹർഷി വിശ്വാമിത്രൻ ഒരു കഠിന പരീക്ഷണം മുന്നോട്ട് വെച്ചു. രാജ്യവും സമ്പത്തും മാത്രമല്ല, ഭാര്യയും മകനെയും പോലും ത്യജിക്കേണ്ടി വന്നു ഹരിശ്ചന്ദ്രന്. അവസാനം അദ്ദേഹം ഒരു ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്കും വീണു. മരണം സംഭവിച്ച ഓരോ ശരീരത്തിനും കാവൽ നിന്ന് നികുതി വാങ്ങുന്ന ജോലി. കഥയുടെ ഏറ്റവും ദുഃഖകരമായ ഭാഗം ഇവിടെ തുടങ്ങുന്നു. ഹരിശ്ചന്ദ്രന്റെ ഭാര്യ സാവിത്രിയും മകനും ദാരിദ്ര്യവും രോഗവും മൂലം ദുരിതത്തിലാകുന്നു. ഒടുവിൽ മകൻ മരിക്കുന്നു. അവന്റെ ദേഹം ചിതയിൽ വെക്കാൻ എത്തിയപ്പോൾ ശ്മശാനത്തിലെ കാവൽക്കാരൻ നികുതി ചോദിക്കുന്നു. അത് മറ്റാരുമല്ല, സ്വന്തം ഭർത്താവ് രാജാവ് ഹരിശ്ചന്ദ്രൻ. സത്യം വിട്ടുമാറരുതെന്ന് തന്റെ വാക്കു പാലിക്കാൻ ഭാര്യയിൽ നിന്ന് പോലും നികുതി വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ദൃശ്യമാണ് ദേവന്മാരെയും കണ്ണീരിലാഴ്ത്തിയത്. അപ്പോൾ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് ഹരിശ്ചന്ദ്രന്റെ സത്യനിഷ്ഠയിൽ സന്തുഷ്ടരായി അവന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിപ്പിച്ചു. രാജ്യം, കുടുംബം, മഹത്വം എല്ലാം തിരികെ ലഭിച്ചു. അങ്ങനെ ശിവന്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശം ഹരിശ്ചന്ദ്രേശ്വർ എന്ന പേരിൽ പ്രശസ്തമായി എന്നാണ് വിശ്വാസം. ഇതാണ് കേദേശ്വർ ഗുഹ. 4 പില്ലറുകളാണ് ഈ ഗുഹയ്ക്കകത്തുള്ളത്. അതിൽ 3 ഓൾറെഡി നശിച്ചിരിക്കുന്നു. 4ാമത്തെ ആ പില്ലർ നശിക്കുന്ന നാളിൽ ലോകം അവസാനിക്കും എന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമ്മൾക്ക് കൊങ്കൺ കാടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഹരിശ്ചന്ദ്രേശ്വർ ടെമ്പിൾ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള ഒരുപാട് മുനിയറകൾ ഞങ്ങൾ കണ്ടു. പണ്ട് മഹർഷിമാര് തപസ്സിരുന്നത് ഇങ്ങനത്തെ മുനിയറകളിലാണ്. നമ്മുടെ നാട്ടിലെ മറയൂരിലും ഇതുപോലെയുള്ള മുനിയറകളുണ്ട്. മുനിയറകളെ പിന്നിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഇവിടെ ഒരുപാട് കടകൾ കാണാനുണ്ടായിരുന്നു. ഒരുപാട് നടന്ന ക്ഷീണം കാരണം കൊങ്കൺകാട് എത്തിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇനിയും ഒരു 45 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ടെന്ന്. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് പിന്നെയും നടന്നു. അങ്ങനെ ഞങ്ങൾ കൊങ്കൺകാടയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. ഈ കടകൾ പിന്നിട്ട് വേണം ഞങ്ങൾക്ക് കൊങ്കൺകാടയെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവസാനം കൊങ്കൺകാടയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. കൊങ്കൺകാട് എക്സ്പീരിയൻസ് ഇവിടുത്തെ കാഴ്ചകളെക്കാളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഭയമാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയവും പുറകിൽ നിന്ന് നമ്മളെ കല്ലിക്കൊക്കയിലേക്ക് വീഴ്ത്താൻ നോക്കുന്ന ശക്തമായ കാറ്റും, അതാണ് ഈ കൊങ്കൺകാടയുടെ പ്രത്യേകത. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയ അപകടങ്ങൾ വരുത്തി വെക്കാവുന്ന ഒരിടം കൂടിയാണ് കൊങ്കൺകാട. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.
അടി ഉയരമുള്ള ഒരു വെർട്ടിക്കൽ ക്ലിഫാണിത്. ട്രക്കിങ്ങിന് പുറമെ കായിക വിനോദങ്ങളായ റാപ്പില്ലിങ്ങും സ്കൈ ജമ്പിങ്ങും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊങ്കൺ കാട്. നിരവധി മരണങ്ങൾ നടന്ന ഒരു മേഖല കൂടിയാണ് ഇത്. അത് സൂയിസൈഡായിട്ടും കായിക വിനോദങ്ങൾക്കിടയിലും. എത്രത്തോളം കൊങ്കൺ കാടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. കൊങ്കൺ കാടിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഒരു അമ്മച്ചിയെ കണ്ടു. അവർ തറയിലിരുന്ന് അവരുടെ കടയ്ക്ക് മുന്നിൽ ചാണകം മെഴുകുന്നുണ്ടായിരുന്നു. തിരിച്ചു നടക്കുന്ന സമയത്ത് ഒരുപാട് ഗ്രാമവാസികള് മുള്ളുകമ്പികൾ റോളാക്കി മുകളിലോട്ട് കൊണ്ടുവന്ന് കണ്ടു. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് മുകളിൽ നല്ല വന്യമൃഗ ശല്യമുണ്ട്. അതിൽ നിന്നും അവരുടെ വീടിനെ സംരക്ഷിക്കാനാണ് ഈ മുള്ളുകമ്പികൾ. പുലി, ചെന്നായ, കുറുക്കൻ ഇത്യാദി കാട്ടുമൃഗങ്ങളൊക്കെ ഈ കാട്ടിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കുറേ നേരത്തെ നടത്തതിന് ശേഷം ഞങ്ങൾ ഈ ചേട്ടനെ കണ്ടുമുട്ടി. പുള്ളിയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും ഒരു പാർലേജി ബിസ്ക്കറ്റും ഒരു ചിപ്സും മേടിച്ചു. കുറച്ചു നേരം പുള്ളിയുടെ ഭാഷയിലും ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രക്ക് കഴിഞ്ഞ് താഴെ ബേസ് വില്ലേജായ പച്ചനായിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 2 പ്ലേറ്റ് പോഹ ഓർഡർ ചെയ്ത് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ചെറു ഗ്രാമത്തിനോട് വിട പറഞ്ഞു. ഒരിക്കലും മറക്കാനാകാത്ത ഒരു പിടി ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രാമം വിടുന്നത്. മഴക്കാലത്ത് ഒരിക്കൽ കൂടി കൊങ്കൺ കാട് കയറണം. ഇവിടെ നിന്നും ഇനി ഞങ്ങൾ പോകുന്നത് നാസിക്കിലേക്കാണ്. അടുത്ത എപ്പിസോഡിൽ നാസിക്കിലെ വിവരങ്ങളുമായി വീണ്ടും ഞങ്ങൾ വരുന്നു.